ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ആലുവ ചൂണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ആലുവ ചൂണ്ടിക്കവലയിൽ റോഡിലെ കുഴിയിൽ ചാടിയ ഇരുചക്ര വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് യുവാവിന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ആലുവ മലയപ്പള്ളി വാര്യത്ത് ഷിഹാബിനാണ് പരിക്കേറ്റത്. കൈക്കും തലക്കുമാണ് പരിക്കേറ്റത്. ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കേറിയ റോഡിലെ വലിയ കുഴിയിൽ വെള്ളക്കെട്ടിൽ ചാടി നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വർഷങ്ങളായി സ്ഥിരമായി മഴ ആരംഭിക്കുമ്പോൾ കുഴി രൂപാന്തരപ്പെടുകയും പലരും അപകടത്തിൽപ്പെടുകയും മാരകമായ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 5-6 വർഷത്തോളമായി എല്ലാ വർഷവും നമ്മളിത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തന്നെയുമല്ല ആ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 3-4 ദിവസങ്ങൾക്ക് മുൻപ് പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൃത്യമായി നിവേദനം നൽകുകയും മിനിഞ്ഞാന്ന് ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഇന്നലെ രാത്രി 10 മണിക്ക് ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ റോഡിന് കുറുകെയുള്ള കലങ്ക് അടഞ്ഞുപോയതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. ആലുവ മൂന്നാർ റോഡിൽ പഴങ്ങനാടി അടക്കം തിരിഞ്ഞു പോകുന്ന പ്രധാന കവലയാണിത്. തിരക്കേറിയ സമയങ്ങളിൽ വാഹനക്കുരുക്കായതിനാലാണ് വാഹനം മറിഞ്ഞാലും വലിയ പരിക്കുകൾ ഒഴിവാകുന്നത്. എന്നാൽ രാത്രിയിൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ 10-250 കടകളിൽ കയറി ഇറങ്ങി ഒപ്പ് ശേഖരണം നടത്തി PWDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളും കടക്കാരും അടക്കം ഇവിടെ ഒരു വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അത്രക്ക് ബ്ലോക്ക് ഉണ്ട്. ഈ മഴയും ഈ ഗട്ടറും ബ്ലോക്കും കൂടി ആവുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ആലുവ.